ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഹൊറർ ത്രില്ലർ മൂവിയായ ദ ഡോർ എന്ന മൂവിയാണ്. ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രത്ന എന്ന ഒരു അഡ്വക്കേറ്റ് ആകട്ടെ തന്റെ മകൾ മിത്രയെ വിളിക്കുന്നതാണ്. മിത്ര ഒരു ആർക്കിടെക്ട് ആയിരുന്നു. അവളൊരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് കിട്ടുന്ന പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥലം എല്ലാം തന്നെ ക്ലീൻ ആക്കിയായിരുന്നു. അവിടെ ഒരു പഴയ അമ്പലം ഉണ്ടായിരുന്നു, അതുകൂടി അവൾ പൊളിച്ചു കളയുന്നു. ആ സമയത്ത് തന്റെ അച്ഛന്റെ കോള് വരുന്നുണ്ടെങ്കിലും മിത്ര എടുക്കുന്നുണ്ടായിരുന്നില്ല. അച്ഛനും ഇവളും തമ്മിൽ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തിന്റെയൊക്കെ പേരിൽ വഴക്കുകൾ ഉണ്ടായിരുന്നു. അത് കാരണം അച്ഛന്റെ കോള് അവൾ അങ്ങനെയൊന്നും എടുക്കാറില്ല. എന്നാൽ അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ആക്സിഡന്റ് ആവുകയാണ്. പക്ഷെ അതൊരു സാധാരണ ആക്സിഡന്റ് ആയിരുന്നില്ല. ആക്സിഡന്റ് ആയി കിടന്ന അയാളുടെ കൈയും കാലും എല്ലാം തന്നെ ഐസായി മാറുന്നതായിട്ട് കാണിക്കുന്നു. എന്തോ ഒരു ദുഷ്ടശക്തിയാണ് അയാളുടെ ഈ മരണത്തിന് പിന്നില്. പിന്നീട് കാണിക്കുന്നത് അയാളുടെ മരണശേഷം കുറച്ച് നാളുകൾക്ക് ശേഷവും മിത്രയാകട്ടെ അയാളെ സ്വപ്നത്തിൽ കാണുന്നതാണ്. കാടിന്റെ നടുവിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന അച്ഛനെയാണ് അവൾ കാണുന്നത്. കുറച്ച് നാളുകളായിട്ട് അവൾ ജോലിക്കൊന്നും തന്നെ പോകുന്നുണ്ടായിരുന്നില്ല. അവളുടെ എംഡിയും അച്ഛന്റെ സുഹൃത്തുമായ വ്യക്തിയുടെ കമ്പനിയിലായിരുന്നു അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റ് പോലും പാതി വഴിക്ക് നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് മിത്രയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അയാൾ തന്റെ സ്റ്റാഫിനോട് പറയുന്നു. അങ്ങനെ അയാളുടെ സ്റ്റാഫ് വിനായകാകട്ടെ മിത്രയെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ പറയുന്നുണ്ട്, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ആ പ്രോജക്റ്റ് ചെയ്യാൻ, ഞാൻ ഈ ജോലി തന്നെ റിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണെന്ന്. എന്നാൽ വേറെ ആരും ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നാണ് അവർ പറയുന്നത്. മിത്രയുടെ വീട്ടിൽ മിത്രയെ കൂടാതെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. അവളിങ്ങനെ ജോലിക്ക് പോകാതെ അച്ഛന്റെ മരണം കാരണം വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് അവളുടെ അമ്മ അവളോട് പറയുന്നു. നിങ്ങൾക്കും വിഷമമുണ്ട്, പക്ഷെ എന്ന് കരുതി നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ മിത്രയെ സംബന്ധിച്ച് അവൾ കുറച്ച് നാളുകളായിട്ട് അച്ഛനുമായിട്ട് അത്ര രസത്തിലല്ലായിരുന്നു. അച്ഛന്റെ ഫോണ് പോലും എടുക്കാറില്ലായിരുന്നു. അവസാന നിമിഷം അദ്ദേഹത്തിന്റെ ഫോൺ എടുക്കാൻ പറ്റാത്തതായിരുന്നു അവളുടെ ഏറ്റവും വലിയ വിഷമം. കുറച്ചു കഴിയുമ്പോൾ മിത്രയെ കാണാൻ അവളുടെ കൂട്ടുകാരി ശാലിനി വരുന്നുണ്ട്. അവളിങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് അടച്ചുമൂടിയിരിക്കുന്നതിനെ പറ്റി ശാലിനി ചോദിക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട്, അന്ന് അച്ഛൻ ആക്സിഡന്റ് ആകുന്ന സമയത്ത് അവൾ ജോലി വിഷയമായിട്ട് മറ്റൊരിടത്തായിരുന്നല്ലോ. കറക്റ്റ് സമയത്ത് അവൾക്ക് ഫ്ലൈറ്റ് കിട്ടി അവൾ ഇവിടെ എത്തിയിരുന്നെങ്കിൽ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്നൊക്കെയായിരുന്നു അവളുടെ മനസ്സിൽ. ശാലിനി പറയുന്നുണ്ട്, നീ വന്നാലും നിന്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ഓൾറെഡി മരിച്ച ശേഷമാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. തന്റെ അച്ഛൻ തന്റെ സ്വപ്നത്തിൽ വരുന്നതിനെ പറ്റി എല്ലാം തന്നെ അവൾ ശാലിനിയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മിത്രയുടെ ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ടല്ലോ, അവിടെ പണി ചെയ്യുന്ന ഒരാളുടെ കണ്ണ് നിറയെ വെള്ള കളറാവുകയും അയാൾ ആ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതുമാണ്. ആ ഒരു ഇഷ്യൂ എല്ലാം തന്നെ ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ആ സമയത്താണ് മിത്രയുടെ MD അവിടേക്ക് വരുന്നത്. അയാൾ വന്ന് ടിവിയുടെ അടുത്ത് നിൽക്കുമ്പോഴും ആ ഒരു ന്യൂസ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ആ കെട്ടിടത്തിൽ വെച്ചിട്ട് 4ാമത്തെ മരണമാണ് ഈ നടക്കുന്നത്. പോലീസുകാരനായ റിയാസ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതെല്ലാം തന്നെ കാണിക്കുന്നു. അയാൾക്കായിരുന്നു ആ കേസിന്റെ അന്വേഷണം. MDയും അവരുടെ സുഹൃത്തുമായ അങ്കിള് വന്നത് കാരണം മിത്രയാകട്ടെ താഴേക്ക് ഇറങ്ങി വന്നു. അവളെ തിരിച്ച് ജോലിക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് അയാൾ അവളെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അവസാനം എല്ലാവരും നിർബന്ധിച്ച കാരണം തിരിച്ച് ജോലിക്ക് കയറാമെന്ന് അവൾ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മിത്ര അമ്മയും സഹോദരി അവിടെ തന്നെ നിർത്തിയിട്ട് അവളുടെ വർക്കിംഗ് സൈറ്റായ ചെന്നൈയിലേക്ക് പോകുന്നു. അവൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് കൂടി അയാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ കൂടാതെ അവിടെ മറ്റൊരു റൂംമേറ്റ് കൂടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് മരിയ എന്നാണ്. എന്നാൽ അവളാകട്ടെ ഒട്ടും ഫ്രണ്ട്ലി ആയിരുന്നില്ല. അവളുടെ പ്രൈവസിയിലേക്ക് ഒരാൾ കൂടി വന്നത് കാരണം മരിയാകട്ടെ മിത്രയോട് നല്ല ദേഷ്യത്തിലാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. മിത്ര തിരിച്ച് തന്റെ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യുന്നു. അവർ ഓൾറെഡി കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈറ്റിൽ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നില്ലേ, അത് പൊളിച്ചു കളഞ്ഞ ശേഷം പുതിയൊരു സ്ഥലത്തേക്ക് ആ ടെമ്പിൾ മാറ്റി പണിയുന്നുണ്ടായിരുന്നു. അത് ഏത് ഭാഗത്ത് വേണമെന്നൊക്കെയാണ് ഇവർ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോജക്റ്റിന്റെ ഓണർ ആകട്ടെ US-ലായിരുന്നു. അയാൾ അവിടെ നിന്ന് നിർദ്ദേശങ്ങൾ മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. വൈകുന്നേരം ആയപ്പോഴാകട്ടെ അവളുടെ കൊളീഗ് വിനായക വന്ന് അവളോട് പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ സൈറ്റില് കോൺട്രാക്ടറുമായിട്ട് തനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ വീട്ടിലൊരു അത്യാവശ്യം കാരണം തനിക്ക് വീട്ടിലേക്ക് പോകണം, നിനക്കതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്കെന്നാൽ അതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല എന്നാണ് അവൾ പറയുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ ജസ്റ്റ് അയാളെ ഒന്ന് പോയി കണ്ടാൽ മതി എന്ന് മാത്രം വിനായക പറയുന്നു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അവൾക്കത് ഏൽക്കേണ്ടതായിട്ട് വരികയാണ്. ഓൾറെഡി തന്നെ അവൾ ലേറ്റ് ആയിരുന്നു. എന്നാലും അവന് വേണ്ടിയിട്ട് പോകാമെന്ന് അവൾ സമ്മതിച്ചു. അങ്ങനെ അവൾ തന്റെ ഡ്രൈവറെയും കൂട്ടി കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുന്നു. അതേസമയം അവളുടെ ഫ്രണ്ട് കൂടിയായ ശാലിനിയും അവിടെ ചെന്നൈയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നവരുടെ ചാനലില് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത് പാരാസൈക്കോളജിസ്റ്റ് ആയ ഡോക്ടർ വിശ്വയായിരുന്നു. അതിനിടയ്ക്ക് മിത്രയാകട്ടെ ശാലിനിയെ വിളിക്കുന്നുണ്ട്. താനും ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് ഇടയ്ക്ക് കാണാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മിത്രയാകട്ടെ കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തി. എന്നാൽ അവളോട് അവളുടെ ഡ്രൈവർ പറയുന്നുണ്ട്, തന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, പെയിൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ അടുത്താണ് എന്റെ വീട്, ഞാനൊന്ന് പോയിട്ട് വന്നോട്ടെ എന്ന്. അവൾ പറയുന്നുണ്ട്, എന്തായാലും ഈ മീറ്റിംഗ് തീരാൻ എനിക്കൊരു 20 മിനിറ്റ്സ് എങ്കിലും ആകും, അതിനുള്ളിൽ നിങ്ങൾ പോയിട്ട് വരാൻ. അങ്ങനെ ഡ്രൈവറെ പറഞ്ഞു വിട്ടിട്ട് അവളാകട്ടെ കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ആൾക്കാരുടെ വലിയ ബഹളം കേൾക്കുന്നു. മുകളിൽ നിന്നും അവരുടെ മേസ്ത്രിയാകട്ടെ താഴെ വീണു എന്ന് പറഞ്ഞിട്ട് അയാളെ എല്ലാവരും ചേർന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അവിടെ പ്രശ്നമായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി കൊള്ളാൻ കോൺട്രാക്ടർ ആകട്ടെ മിത്രയോട് പറയുന്നു. ഡ്രൈവറെ വിളിക്കുമ്പോൾ അയാളുടെ വൈഫിനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അയാളോട് വരണ്ടെന്ന് അവൾ പറയുന്നു. താൻ ക്യാബ് എടുത്തോളാന്നും പറയുന്നു. എന്നാൽ കോൺട്രാക്ടർ പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന്. അവൾ
അവള് പറയുന്നുണ്ട് അത് വേണ്ട, എന്റെ ഫ്രണ്ട് ഇവിടെ അടുത്തുണ്ട്, അവളെ ഞാൻ കോൾ ചെയ്തോളാമെന്ന്. എന്താണെങ്കിലും പെട്ടെന്ന് കോൾ ചെയ്യ്, ഇവിടെ അധികം നിൽക്കണ്ട എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ശാലിനി അവളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറയുന്നുണ്ട്. ഈ നടന്ന സംഭവങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പോലീസുകാർ കുറച്ച് സമയത്തിനകം വെച്ചിട്ട് ഇവിടേക്ക് വരും, അതുകൊണ്ട് മേഡം ഇവിടെ നിൽക്കണ്ട, അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയി വെയിറ്റ് ചെയ്യാൻ അയാൾ പറയുന്നു. അങ്ങനെ അവള് അവിടെ നിന്ന് നടന്നിട്ട് അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു. അതൊരു പഴയ ബസ് സ്റ്റോപ്പ് ആയിരുന്നു. കുറെ നേരം അവളാകട്ടെ ശാലിനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവള് വരുന്നു എന്നൊരു സൈഡിലേക്ക് നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ തൊട്ടപ്പുറത്തു നിന്നും ഒരു കരച്ചിൽ അവൾ കേൾക്കാൻ തുടങ്ങി. അവള് പതിയെ തലതിരിച്ചു നോക്കിയതും ഒരു സ്ത്രീ ആകട്ടെ ബസ് സ്റ്റോപ്പിന്റെ സൈഡിലിരുന്ന് മുഖം പൊത്തി കരയുന്നു. അവള് പതിയെ എഴുന്നേറ്റ് ആ സ്ത്രീയുടെ തോളിലേക്ക് കൈവെക്കാൻ തുടങ്ങിയതും എവിടെ നിന്നൊരു ഹോണടി കേൾക്കുന്നുണ്ട്. തിരിഞ്ഞങ്ങോട്ട് നോക്കിയിട്ട് പിന്നെ നോക്കിയപ്പോൾ ആ സ്ത്രീ അവിടെ കാണുന്നുമില്ല. അത് പോലീസുകാരുടെ വണ്ടിയായിരുന്നു. നേരത്തെ ടിവിയിൽ കാണിച്ച റിയാസ് എന്ന് പറയുന്ന പോലീസുകാരനായിരുന്നു അവളെ വന്ന് വിളിച്ചത്. നിങ്ങൾ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അവള് താൻ സൈറ്റിൽ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. തന്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നും. അപ്പോഴേക്കും ശാലിനിയും വിശ്വ എന്ന് പറയുന്ന ആ ഡോക്ടറും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശാലിനി അവിടേക്ക് വന്നതും പോലീസുകാരൻ അവളോട് പറയുന്നുണ്ട് തന്റെ ഫ്രണ്ടിനെ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്കിരുത്തിയത് ഒട്ടും ശരിയായില്ല എന്ന്. ഓൾറെഡി ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഏരിയയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാൻ അയാൾ പറയുന്നു. അങ്ങനെ വിശ്വയും ശാലിനിയും ചേർന്നിട്ട് മിത്രയെ അവളുടെ ഗസ്റ്റ് ഹൗസിൽ ഡ്രോപ്പ് ചെയ്യുന്നു. വിശ്വ ആകട്ടെ മിത്രയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തോ ഒരു പന്തുകേട് വിശ്വയ്ക്ക് തോന്നി. മാത്രമല്ല കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു ആക്സിഡന്റ് കൂടി നടന്നുവെന്ന് ശാലിനി പറയുകയും ചെയ്തു. അവളിങ്ങനെ ലേറ്റ് ആയിട്ട് വന്നതൊന്നും തന്നെ അവളുടെ റൂംമേറ്റിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മരിയ ആകട്ടെ മിത്രയെ കുറെ വഴക്ക് പറയുന്നു. ഓരോ സമയത്ത് ഓരോ കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ ലേറ്റ് ആയിട്ടൊന്നും വരാൻ പറ്റില്ല, തനിക്ക് വേണ്ടി ഡോർ തുറന്നു തരാനും എനിക്ക് പറ്റില്ല. അതും പറഞ്ഞിട്ട് മരിയ മുകളിലേക്ക് പോയി. അവളാകട്ടെ മരിയുടെ റൂമിന്റെ അടുത്തേക്ക് വന്ന് അവളോട് സോറി പറയാൻ ശ്രമിച്ചെങ്കിലും എന്റെ റൂമിലേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ട് മിത്രയെ അവൾ അവിടെ നിന്നും പുറത്താക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് റിയാസ് ആകട്ടെ ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നടന്ന ആക്സിഡന്റിനെ പറ്റി തന്റെ സീനിയറിനോട് സംസാരിക്കുന്നതാണ്. അതിന്റെ പിന്നിൽ എന്തോ ഒരു ദുർഹൃതയുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ ആക്സിഡന്റൽ ഡെത്ത് ആണെന്ന് പറഞ്ഞിട്ട് കേസ് ക്ലോസ് ചെയ്യാനാണ് അവന്റെ സീനിയർ ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് മറ്റൊരു ആവശ്യവുമായിട്ട് ശാലിനി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ കണ്ടതിന്റെ പരിചയം വെച്ചിട്ട് അവൾ റിയാസിനോട് സംസാരിക്കുന്നു. മാത്രമല്ല ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ സാറിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഒന്ന് തരുമോന്ന് ചോദിക്കുന്നു. ഇപ്പൊ വേണമെങ്കിലും ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെ കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് റിയാസ് ആകട്ടെ അവൾക്ക് നമ്പറും കൊടുത്തു. അന്ന് രാത്രി മരിയക്കും ചേർത്ത് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവളെ കഴിക്കാൻ വിളിച്ചെങ്കിലും മരിയ തനിക്ക് വേണ്ടാന്ന് പറയുന്നു. അവളാകട്ടെ തന്റെ അനിയത്തെ വിളിച്ചുകൊണ്ട് ആഹാരമൊക്കെ കഴിച്ചു. അതിനുശേഷം റൂമിലേക്ക് അവൾ കയറിപ്പോയതും ആ റൂമിന്റെ സൈഡിലുള്ള കോണിപ്പടിയില് എന്തോ ഒരു രൂപം നിൽക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. പിറ്റേന്ന് മിത്രയാകട്ടെ ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ അവിടെ ഡോർ തുറക്കുന്നത് വെണ്ണില എന്ന് പറയുന്ന അവിടുത്തെ ജോലിക്കാരിയായിരുന്നു. അവരിടയ്ക്കൊക്കെ അവിടെ ക്ലീൻ ചെയ്യാൻ വരാറുണ്ട്. മരിയുടെ റൂമിനകത്തേക്കൊന്നും വെണ്ണില അവളെ കയറ്റാറില്ലായിരുന്നു. മിത്രയുടെ വെണ്ണിലയാകട്ടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. തന്റെ റൂമിൽ കയറാൻ പെർമിഷൻ ഒന്നും ചോദിക്കേണ്ടെന്നും എപ്പോ വേണമെങ്കിലും വന്ന് ക്ലീൻ ആക്കിക്കൊള്ളാൻ മിത്ര പറയുന്നു. കുറച്ചു കഴിയുമ്പോൾ മരിയാകട്ടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് അവൾ മിത്രയുടെ കയ്യിലും കൊടുക്കുന്നു. ഇപ്പൊ 3 കീ ഉണ്ട്, ഒന്ന് സർവന്റെ കയ്യിലും ഒന്ന് നിന്റെയും എന്റെയും കയ്യില്. അതുകൊണ്ട് അസമയത്ത് വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവൾ മുകളിലേക്ക് ദേഷ്യത്തിൽ കയറിപ്പോയി. അങ്ങനെ രാത്രിയായി മരിയാകട്ടെ തന്റെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ കോൾ ചെയ്തിരിക്കുകയായിരുന്നു. മിത്ര കിടക്കാൻ തുടങ്ങിയതും അവിടെ ലൈറ്റുകളെല്ലാം തന്നെ കത്തിയണയാൻ തുടങ്ങി. ഇടയ്ക്ക് കറണ്ട് പോവുകയും ചെയ്യുന്നു. അവളുടെ ബാക്കിലൂടെയൊക്കെ ആരോ പോകുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല മുകളിൽ നിന്നും ഒരു കരച്ചിലും കേൾക്കുന്നുണ്ട്. അവൾ മുകളിലേക്ക് ചെന്ന് മരിയുടെ റൂമിന്റെ അടുത്തേക്ക് എത്തിയതും പെട്ടെന്ന് കറണ്ട് വരുന്നു. പിന്നെ ഒരു സൗണ്ടും കേൾക്കുന്നില്ല. അത് കാരണം അവളെ നേരെ താഴേക്ക് പോകുന്നു. പിന്നെ ഒരു ദിവസം ശാലിനിയാകട്ടെ വഴിയിൽ വെച്ചിട്ട് റിയാസിനെ കാണുന്നുണ്ട്. അയാളുടെ ബൈക്ക് പഞ്ചറായി ഇരിക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാനിപ്പോ സ്റ്റേഷനിലേക്കല്ല പോകുന്നത്, താൻ സസ്പെൻഷനിലാണെന്ന്. എന്തു പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതൊക്കെ തന്റെ ജോലിയിൽ സാധാരണമാണെന്ന്. അന്ന് വൈകുന്നേരം മിത്ര വീട്ടിലേക്ക് എത്താൻ നേരത്ത് സെക്യൂരിറ്റി കണ്ടിട്ട് അവൾ പറയുന്നുണ്ട് വീട്ടിലെ ലൈറ്റിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, കത്തി അണിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിക്കാൻ. ആ സമയത്ത് ഒരാളാകട്ടെ ഒരു ചത്ത പൂച്ച എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ 2-3 ദിവസമായിട്ട് പെരിച്ചാഴിയും പൂച്ചയൊക്കെ ഇവിടെ ചത്തു കിടക്കുന്നുവെന്നാണ് ആ സെക്യൂരിറ്റിക്കാരൻ പറയുന്നത്. അന്നിടയ്ക്ക് അവള് മരിയെ കാണുമ്പോൾ മരിയുടെ നെറ്റിലൊരു മുറിവുണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കബോർഡിൽ ഇടിച്ചതാണെന്നാണ് മരിയ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രിയാകട്ടെ ഇവർ രണ്ടുപേരും കിടന്നുറങ്ങിയിരുന്നു. ആ സമയത്ത് പുറത്തുകൂടി പോയ ഒരാളാകട്ടെ ഇവരുടെ ജനലിന്റെ അടുത്തൊരു രൂപത്തെ കാണുന്നുണ്ട്. അത് സെക്യൂരിറ്റിയോട് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി നോക്കുമ്പോൾ അവിടെ ഒന്നിനും തന്നെ കാണുന്നില്ല. മരിയുടെ അടുത്ത് എന്തോ ഒരു ശക്തി വന്ന് നിൽക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നു. അവൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ടായിരുന്നു. തല കൊണ്ടുപോയി അവിടെയുള്ള ചുവരിൽ ശക്തമായി ഇടിക്കുന്നു. പിറ്റേന്ന് രാവിലെയാകട്ടെ മിത്ര എഴുന്നേറ്റ് ഓഫീസിലേക്ക് പോകാൻ റെഡിയായി കഴിഞ്ഞിട്ടും മരിയെ കാണാത്തത് കാരണം അവൾ മരിയുടെ റൂമിലേക്ക് ചെല്ലുന്നു. ആ സമയത്താണ് മരിയ നല്ല രീതിയിൽ പനിച്ചിട്ട് തലയിൽ നിന്ന് ബ്ലഡ് ഒക്കെ വന്ന രീതിയിൽ കിടക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുകയും ഡോക്ടർ വന്ന് മരിയെ ചികിത്സിക്കുകയും ചെയ്യുന്നു. ആ സംഭവത്തിന് ശേഷം മരിയെ നല്ലപോലെ കെയർ ചെയ്തത് മിത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ മിത്രയോടുള്ള എല്ലാ ദേഷ്യവും മരിയയ്ക്ക് മാറി. അവർ രണ്ടുപേരും പിന്നീട് നല്ല കൂട്ടായി. ജോലിക്കാരി വെണ്ണിലയോടും മരിയെ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഓഫീസിലെ മീറ്റിംഗിലിരിക്കുന്ന സമയത്ത് മിത്രയാകട്ടെ ഒരു പെൺകുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഗ്ലാസിന്റെ അപ്പുറത്ത് യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടിയുടെ ആത്മാവിനെ അവൾ കാണുന്നുണ്ട്. അത് അവളുടെ തോന്നലാണോ അതോ യഥാർത്ഥത്തിൽ കാണുന്നതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. അന്ന് വീട്ടിലെത്തിയ ശേഷം മിത്രയും മരിയും കുറച്ചു നേരം സംസാരിച്ചിരിക്കുന്നു. അതിനുശേഷം തന്റെ ഫോണിൽ ചാർജ് ഇല്ല, ചാർജ് ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മരിയാകട്ടെ മുകളിലത്തെ റൂമിലേക്ക് പോയി. ആ സമയത്ത് ആ റൂമില് ആ ഒരു സ്ത്രീയുടെ ആത്മാവ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ
അവിടെയുള്ള ലൈറ്റുകളെല്ലാം തന്നെ മിന്നിയണയാൻ തുടങ്ങി. പേടിച്ചുപോയ മരിയാകട്ടെ വാതിലിന്റെ അടുത്തേക്ക് ഓടിയെത്തിയതും വാതിൽ ശക്തമായി അടഞ്ഞു. സൗണ്ട് കേട്ട് മിത്രയും മുകളിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അവള് ചെല്ലുമ്പോഴാകട്ടെ മരിയ ആകെ പേടിച്ചു വരച്ച് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. തന്റെ റൂമിൽ ആരും ഉള്ള പോലെ തനിക്ക് തോന്നിയെന്നും അങ്ങനെ പെട്ടെന്ന് പേടിച്ചു പോയതാണെന്നൊക്കെ മരിയ പറയുന്നു. മരിയയുടെ ഫാമിലിയുമായിട്ട് അവൾക്ക് വലിയ കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സൊസൈറ്റിക്ക് വേണ്ടിയാണ് അവളെപ്പോഴൊരു കുട്ടിയെ അവർ ജനിപ്പിച്ചത് തന്നെ. അങ്ങനെ അവൾ അവളുടെ ഫാമിലിയെ പറ്റി പറയുമ്പോൾ മിത്രയെ അവളുടെ ഫാമിലിയെ പറ്റി പറയുന്നു. തന്റെ അച്ഛനാകട്ടെ മരിക്കുന്നതിന് മുമ്പ് തനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവളുടെ കല്യാണം അയാൾ തീരുമാനിച്ചായിരുന്നു. എന്നാൽ ആ കല്യാണ ഏർപ്പാടിൽ ഇവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിന്റെ പേരിലായിരുന്നു അവളും അച്ഛനും തമ്മിൽ പിണങ്ങിയത് പോലും. എന്നാൽ അന്ന് പിണങ്ങിയത് ആലോചിച്ചിട്ട് അവൾക്ക് ഇന്ന് ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ടാണല്ലോ അച്ഛനോട് അവൾക്ക് അവസാനമായിട്ടൊന്നും സംസാരിക്കാൻ പോലും പറ്റാതിരുന്നത്. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന മിത്രയാകട്ടെ വീണ്ടും സ്വപ്നത്തില് ആ ഒരു ആത്മാവിനെ കാണുന്നുണ്ട്. രാവിലെ കുറേയായിട്ടും അവൾ എഴുന്നേൽക്കാത്ത കാരണം മരി അവളുടെ റൂമിലേക്ക് വരുന്നു. ശാലിനി അവളെ തേടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വന്ന് വിളിക്കുമ്പോഴാണ് ശരിക്കും ഞെട്ടിത്തരിച്ച് മിത്ര എഴുന്നേൽക്കുന്നത്. താൻ കണ്ടത് സ്വപ്നമാണോ അതോ യഥാർത്ഥത്തിലാണോ എന്നുള്ളത് അവൾക്ക് ആകെ ഡൗട്ടായിരുന്നു. അവൾ തന്റെ ഫ്രണ്ട്സിനോട് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. മിത്രയ്ക്ക് ഈ പ്രേതത്തിലൊന്നും തന്നെ അധികം വിശ്വാസമില്ലാത്ത കാരണം അവളാകട്ടെ ഇതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്നാൽ ശാലിനി പറയുന്നുണ്ട്, നീ ഒരു തവണ ആ പാരാസൈക്കോളജിസ്റ്റ് വിശ്വ എന്ന് കാണുന്നത് നല്ലതായിരിക്കുമെന്ന്. ശാലിനി മിത്രയെ കൺവിൻസ് ചെയ്യുന്നുണ്ട് വിശ്വ ഒരു തവണ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ വിശ്വ അവിടേക്ക് വന്നിട്ട് അവിടെ എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. മരിയയുടെ റൂമിലേക്ക് കയറിയതും അയാൾ മരിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്ലീപ്പ് വാക്കിംഗ് പ്രോബ്ലം ഉണ്ടോ എന്ന്. ഉണ്ടെന്ന് മരിയ പറയുന്നു. അവർ ഓരോരുത്തരുടെയും കൈപിടിച്ച് നോക്കുന്നുണ്ട്. അവസാനം മിത്രയുടെ കൈപിടിച്ച് നോക്കുമ്പോൾ മിത്രയുടെ ബാക്കിലായിട്ട് രണ്ട് രൂപങ്ങൾ നിൽക്കുന്നത് അയാൾ കാണുന്നു. എന്നാൽ അയാൾ അത് അവരോട് പറയുന്നില്ല. തൽക്കാലം അവരെ പറഞ്ഞ് പേടിപ്പിക്കണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു കുഴപ്പമില്ല എന്നാണ് അയാൾ പറയുന്നത്. വിശ്വ അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അച്ഛനെപ്പോഴും നിങ്ങളുടെ ഡ്രീമിൽ വരാറുണ്ടോ എന്ന്. എന്നാൽ ആ ബസ് സ്റ്റോപ്പിൽ നടന്ന സംഭവത്തിന് ശേഷം അച്ഛൻ ഇതുവരെ ഡ്രീമിൽ വന്നിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. ഇപ്പം മിത്രയുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അത് അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി ആണെങ്കിൽ അത് എന്തിനാണ് അവളുടെ അടുത്തേക്ക് വന്നതെന്ന് അറിയണം. അങ്ങനെ എന്തെങ്കിലും ഒരു എനർജി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് തനിക്ക് അറിയണമെന്ന് മിത്ര പറയുന്നു. അത് എന്തിനാണ് തന്നെ സെലക്ട് ചെയ്തതെന്നും തനിക്ക് അറിയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ രൂപത്തെ ആദ്യമായിട്ട് കണ്ട ആ ബസ് സ്റ്റോപ്പിലേക്ക് പോകാമെന്ന് അയാൾ പറയുന്നു. അവൾ അവരെയും കൂട്ടി ആ ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അതൊരു പഴയ ബസ് സ്റ്റോപ്പ് ആയിരുന്നില്ല, ഒരു പുതിയ ബസ് സ്റ്റോപ്പ് ആയിരുന്നു. നിങ്ങൾ എന്നെ പിക്ക് ചെയ്തത് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെയാണോ എന്ന് മിത്ര ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നിന്നെ പിക്ക് ചെയ്തത് ഇവിടെ നിന്ന് തന്നെയാണ്. എന്നാൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അതൊരു പഴയ ബസ് സ്റ്റോപ്പ് ആയിരുന്നു എന്നും ഇതല്ലായിരുന്നുവെന്നാണ് അവൾ പറയുന്നത്. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അവൾക്ക് ഒട്ടും തന്നെ മനസ്സിലായില്ല. അങ്ങനെയെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിനടുത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും മരണങ്ങളോ ആക്സിഡന്റുകളോ എന്തെങ്കിലും. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ അവർ തീരുമാനിക്കുന്നു. 1986 ആ ഒരു റോഡ് അവിടെ വന്നത്. ആ ബസ് സ്റ്റോപ്പിനടുത്തായിട്ട് 12ഓളം പേര് ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട്. അതിനു മുൻപ് ഒരു 7 പേര് മരിച്ചിട്ടുണ്ട്. 1992 സഹോദരന്മാരായ 2 പേര് ലോറി ഇടിച്ച് മരിച്ചു. ആ ഒരു ഡീറ്റെയിൽസും ഇവർക്ക് കിട്ടി. ഇതിൽ ലേഡീസ് എത്രയാണ് ജെൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ റിയാസിന്റെ സഹായം തേടുന്നുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെ റിയാസിനോടും പറയുന്നു. എന്നാൽ അവിടെ മരിച്ചതിൽ ഒരു സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആണുങ്ങൾ തന്നെയായിരുന്നു. ഇവളെ ഫോളോ ചെയ്യുന്നതാകട്ടെ ഒരു സ്ത്രീയുടെ ആത്മാവുമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കൊളീഗ് വന്ന് അവളോട് പറയുന്നുണ്ട്, നമ്മുടെ സൈറ്റില് ടെമ്പിൾ മാറ്റി പണിയുന്നില്ലേ, അതിന്റെ പുതിയ അപ്ഡേറ്റ്സ് MD ചോദിച്ചു എന്ന്. ആ ഒരു സൈറ്റിനടുത്താണല്ലോ ഈ ഒരു ബസ് സ്റ്റോപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട് ആ ഒരു സൈറ്റിന്റെ ഫുൾ ഡീറ്റെയിൽസും തനിക്ക് വേണമെന്ന്. അവിടെ മുൻപ് ആരൊക്കെ ഉണ്ടായിരുന്നു, ആ ടെമ്പിൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ആരായിരുന്നു താമസിച്ചിരുന്നതെന്നൊക്കെ. കാരണം അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം 4 പേര് മരിച്ചിരിക്കുന്നു. അതുമായിട്ട് ഇതിന് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാകുമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ 10 ഏക്കറുള്ള ആ ഭൂമിയിൽ ആ അമ്പലം കൂടാതെ ഒരു പഴയ വീട് കൂടി ഉണ്ടായിരുന്നു എന്ന് അവൾ അറിയുന്നു. അത് ഇടിച്ചു പൊളിച്ചിട്ടാണ് അവിടെ ഇപ്പോൾ അവർ കെട്ടിടം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വീടിന്റെ ഫോട്ടോസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കോൺട്രാക്ടർ പറയുന്നുണ്ട് അതിന്റെ ഫോട്ടോസ് ഒന്നും തന്നെ ആരുടെയും കയ്യിലില്ല എന്ന്. ഈ ഒരു വിഷയത്തെ പറ്റി അവൾ വിശ്വയോടും ശാലിനിയോടും സംസാരിക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പ്രേതത്തിന്റെ പ്രശ്നം വരുമ്പോൾ മന്ത്രവാദി എടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലോ ഒക്കെയാണ് ആൾക്കാർ പോകുന്നത്. എന്നാൽ തനിക്ക് ദൈവത്തിലും പ്രേതത്തിലും ഒന്നും തന്നെ വിശ്വാസമില്ല എന്നാണ് അവൾ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വിശ്വാസമില്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ആർക്കും ഒരു ദ്രോഹവും ഒരു തെറ്റും ചെയ്യാത്ത തന്റെ അച്ഛന് ഇങ്ങനൊരു അപകടം വരേണ്ട കാര്യം എന്തായിരുന്നു. അദ്ദേഹം ഒരിക്കലും അത് ഡിസേർവ് ചെയ്യുന്നില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു ആക്സിഡന്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വിശ്വയാകട്ടെ അവളുടെ കയ്യിലേക്ക് പിടിക്കുന്നു. പക്ഷെ ആ സമയം തന്റെ അച്ഛൻ തന്റെ കയ്യിലേക്ക് പിടിക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. മാത്രമല്ല ബാക്കിലായിട്ട് 2 രൂപങ്ങൾ നിൽക്കുന്നതായിട്ടും തോന്നുന്നു. അവൾ വല്ലാതെ പേടിച്ചിട്ട് വിശ്വയുടെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ താൻ തന്റെ അച്ഛനെയും ആ 2 പ്രേതങ്ങളെയും കണ്ടുവെന്ന്. അങ്ങനെയാണെങ്കിൽ അവളുടെ അച്ഛനും ഇതുമായിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉള്ള പോലെ വിശ്വ പറയുന്നുണ്ട്. അവൾ അച്ഛന്റെ ഫയൽസ് എല്ലാം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അവളുടെ അനിയത്തിയുടെ ബാക്കിലായിട്ട് ആ ഒരു രൂപം നിൽപ്പുണ്ടായിരുന്നു. അതായത് മിത്ര എവിടെ പോകുന്നു ആ രൂപം അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവളുടെ അച്ഛന്റെ ഫയൽസിലും നേരത്തെ ശാലിനി പറഞ്ഞ പ്രകാരമുള്ള ആ മരിച്ചുപോയ 2 സഹോദരങ്ങളുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിനടുത്ത് ലോറി ഇടിച്ച് മരിച്ചു എന്ന് അവൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അതേ 2 പേരുടെ ഫോട്ടോസ് തന്നെയായിരുന്നു ഇത്. ആ ബ്രദേഴ്സിന്റെ ഫോട്ടോസ് എടുത്ത സ്റ്റുഡിയോയുടെ പേര് അതിലുണ്ടായിരുന്നു. ആ സ്റ്റുഡിയോയിൽ പോയി അന്വേഷിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അന്ന് ലോറി ഇടിച്ച് മരിച്ച സമയത്ത് ഈ 2 പേർ മാത്രമല്ല മരിച്ചത്, അത് നേരിൽ കണ്ട ഇവരുടെ മൂത്തൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അയാളും അറ്റാക്ക് വന്ന് മരിച്ചിരുന്നു. ശാലിനി മിത്രയോട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം പറയുന്നുണ്ട് മരണങ്ങളും റോഡും തമ്മിലല്ല ഒരു ബന്ധം. എനിക്ക് തോന്നുന്നത് ആ മരണങ്ങളും ആ പ്രോപ്പർട്ടിയും തമ്മിലാണ് എന്തോ ബന്ധമെന്ന്. അവൾ ആ പ്രോപ്പർട്ടി
പ്രോപ്പർട്ടിയുടെ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട് തന്റെ MD-യോട് സംസാരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ വീട് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് US-ലുള്ള ഓണറിന്റെ അച്ഛന്റെ വീടാണത്. അയാളുടെ അച്ഛൻ ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചുപോയത്. പക്ഷേ ഈ ഓണറിന്റെ അച്ഛനാകട്ടെ മറ്റൊരാളുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിയത്. ആ സമയത്ത് തന്നെ ആ ഒരു അമ്പലം അവിടെ ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ ഒരു ദേവിയാണ് പ്രതിഷ്ഠ. ഒരു ലേഡിയുടെ കയ്യിൽ നിന്നാണ് ഈ ഓണറിന്റെ അച്ഛൻ ആ ഒരു പ്രോപ്പർട്ടി വാങ്ങിയതെന്നറിയാം. അങ്ങനെ റിയാസിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ആ രണ്ട് സഹോദരങ്ങളുടെ മരണം കണ്ടിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച വ്യക്തിയില്ലേ, അയാളായിരുന്നു ഈ ഒരു വീട് ആ ലേഡിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അതായത് ഇപ്പോഴത്തെ ഓണറിന്റെ അച്ഛൻ. അന്നത്തെ ആ ലോറി ഇടിച്ചുള്ള മരണങ്ങളും മറ്റും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആ ഒരു പോലീസ് ഓഫീസറിനെ അവർ കണ്ടെത്തുന്നു. അയാൾ ഇപ്പോൾ റിട്ടയർഡ് ഒക്കെ ആയിട്ട് മറ്റൊരിടത്ത് താമസമായിരുന്നു. അവിടെ പോയി അന്വേഷിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അതൊരു ലോറി ആക്സിഡന്റ് ആയിരുന്നു, അവർ രണ്ടുപേരെയും ഇടിച്ചിട്ടിട്ട് ലോറി നിർത്താതെ പോയി എന്ന്. അവർക്ക് പോലീസ് റെക്കോർഡ്സിൽ നിന്നും കിട്ടിയ ആ ഒരു വീടിന്റെ ഫോട്ടോ കൂടി കാണിച്ചിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ വീടാണെന്ന്. ഒരു ലേഡിയുടെ കയ്യിൽ നിന്നാണ് ഈ മരിച്ചുപോയ ആൾക്കാരെല്ലാം ചേർന്നിട്ട് ഈ ഒരു വീട് വാങ്ങിയത്. ആ ലേഡിക്ക് സ്കൂളിൽ പഠിക്കുന്ന ഒരു മകളുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ഹസ്ബൻഡ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മകളുടെ കൂടെ ഒറ്റയ്ക്കായിരുന്നു അവരവിടെ താമസിക്കുന്നത്. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം അവരവരുടെ മകളെ കൊന്നിട്ട് സൂയിസൈഡ് ചെയ്തു. എന്തിനാ അവരങ്ങനെ ചെയ്തെന്ന് മിത്ര ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അവർക്കൊരു കാമുകനുണ്ടായിരുന്നു, വീടിന്റെ അടുത്തെന്തോ പണിക്ക് വന്നതാണ്. അങ്ങനെ ആ കാമുകനുമായിട്ട് നല്ല കമ്പനിയായ ശേഷം അവർ രണ്ടുപേരും വിവാഹം കഴിക്കാനൊക്കെ തീരുമാനിച്ചു. ഈ വീടൊക്കെ വിറ്റിട്ട് പോകാനായിരുന്നു അവരുടെ താല്പര്യം. അങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞ മരിച്ചുപോയ സഹോദരങ്ങൾക്ക് ഇവര് വീട് എഴുതി കൊടുത്ത ശേഷം കാശ് വാങ്ങി. എന്നാൽ ആ കാശുമായിട്ട് ആ കാമുകൻ മുങ്ങി. ഇവര് തെരുവിലുമായി. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു കേസ് മുന്നോട്ട് അന്വേഷിക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് അതിനാരെങ്കിലും കംപ്ലൈന്റ് തരണ്ടേ എന്ന്. ആ സ്ത്രീയും മകളും മരിച്ചുപോയി. അവർക്ക് വേറെ റിലേറ്റീവ്സ് ആരും തന്നെ ഇല്ല. അതുകൊണ്ടാണ് കേസ് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്തത്. തന്റെ അച്ഛന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട് തനിക്ക് അയാളെ അറിയില്ല എന്ന്. തന്റെ അച്ഛന് ഈ കേസുമായിട്ട് എന്താ ബന്ധമെന്ന് ഇതുവരെ മിത്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ ലേഡിയെ ചീറ്റ് ചെയ്ത ആളുടെ പേര് റാം എന്നാണ്. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ റാമിനെ കണ്ടുപിടിക്കണമെന്നാണ് മിത്ര പറയുന്നത്. എന്നാൽ മിത്രയും സംഘവും അവിടെ നിന്നും പോയ ശേഷം ആ പോലീസുകാരന്റെ വീട്ടിലേക്ക് ആ പ്രേതം വരികയും അയാളെ ആക്രമിച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഈ സംഭവം അറിഞ്ഞതും വിശ്വ പറയുന്നുണ്ട് ഇത് മിക്കവാറും ആത്മാവിന്റെ പണിയായിരിക്കുമെന്ന്. എന്നാൽ അവള് പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയായിരിക്കില്ല, കാരണം ഓൾറെഡി അയാൾ നല്ല സുഖമില്ലാതിരിക്കുകയായിരുന്നു എന്ന്. പക്ഷെ അയാളുടെ മരണകാരണം ഹൈപ്പോതെർമിയായിരുന്നു. ശരീരത്തിലെ ഊഷ്മാവ് മുഴുവൻ താഴ്ന്നിട്ട് ഐസ് പോലെ ആയിട്ടാണ് അയാൾ മരിച്ചത്. ഒരിക്കലും നോർമലായിട്ട് സംഭവിക്കില്ല എന്നാണ് വിശ്വ പറയുന്നത്. പിന്നീട് റിയാസുമായിട്ട് ചേർന്നിട്ട് ആ ലേഡിയുടെയും മകളുടെയും മരണത്തിന്റെ റിപ്പോർട്ട്സ് എല്ലാം തന്നെ എടുക്കുമ്പോൾ അതിലൊന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അവർ ആ ഒരു ഡോക്ടറെ തേടി പോകുമ്പോഴാകട്ടെ അയാള് വലിയ മോശം അവസ്ഥയിലായിരുന്നു. അയാളുടെ ഭാര്യയും മകനൊക്കെ മരിച്ചിട്ട് നല്ല കുടിച്ചിട്ട് ബോധമില്ലാതിരിക്കുന്ന അവസ്ഥ. താനെന്ന് കാശ് വാങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ ചെയ്തതാണിതെന്നുമാണ് അയാൾ പറയുന്നത്. അന്ന് പോസ്റ്റ്മോർട്ടം ഒന്നും അയാൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. കാശ് വാങ്ങിയിട്ട് ആക്സിഡന്റിനും സൂസൈഡിനും ഒക്കെ പറഞ്ഞിട്ട് അയാൾ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവരവിടെ നിന്നും പോയ ശേഷം ആ ആത്മാവാകട്ടെ ആ ഒരു ഡോക്ടറെയും കൊല്ലുകയാണ്. ഈ സ്ത്രീയുടെയും മകളുടെ മരണമെല്ലാം തന്നെ 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളായിരുന്നു. അവർ ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് എടുക്കുമ്പോൾ അതിൽ വിറ്റ്നസിന്റെ രൂപത്തിൽ സൈൻ ചെയ്തിരിക്കുന്നത് മിത്രയുടെ അച്ഛനായിരുന്നു. ഒരു ലോയർ ഈ ഒരു ഡോക്യുമെന്റിൽ സൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു ഡോക്യുമെന്റിൽ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കുമെന്നാണ് റിയാസ് പറയുന്നത്. റാമിനെ പറ്റി അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു പോലീസുകാരൻ വന്ന് റിയാസിനോട് പറയുന്നുണ്ട് 1992 ട്രെയിനിൽ നിന്നും ഒരു പെട്ടി നിറയെ പണവുമായിട്ട് റാമിനെ പിടിച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. ഹവാല കേസിൽ ഏകദേശം 7 വർഷത്തോളം അയാൾ ജയിലിലായിരുന്നു. 1999 അയാൾ റിലീസ് ആകുന്നത്. അയാൾക്ക് ജയിലിൽ ഒരു സെൽമേറ്റ് ഉണ്ടായിരുന്നു, കോടെ രവി എന്ന് പറഞ്ഞിട്ട്. ആ രവിയുടെ കൂടെയാണ് ഈ റാം പോയത്. അതിനുശേഷം പിന്നെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ അവർ ഈ കോടെ രവിയുടെ അഡ്രസ്സ് തേടി പോകുന്നു. കാരണം ആ രവിയെ കണ്ടെത്തി കഴിഞ്ഞാൽ റാമിനെ കണ്ടെത്താൻ പറ്റും. രവിയെ പറ്റി നാട്ടുകാരോട് അന്വേഷിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് കുറെ നാൾ ജയിലിലായിരുന്നല്ലോ രവി. അത് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ജോർജ് സാർ എന്ന് പറയുന്ന ഒരാളാകട്ടെ രവിക്ക് വേണ്ടിയിട്ട് ഒരു കടയിട്ട് കൊടുത്തു. പിന്നീട് അയാൾ നല്ല രീതിയിൽ കടയൊക്കെ നോക്കി നടത്തി ജീവിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഇവിടുത്തെ സൂയിസൈഡ് പോയിന്റിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തതാണ്. എന്താ കാര്യമെന്നറിയില്ല. അങ്ങനെ അവർ രവിയുടെ വീട് തേടി പോകുന്നു. എന്നാൽ രവിയുടെ വീട്ടുകാർക്ക് ആർക്കും തന്നെ റാം എന്ന് പറയുന്ന ആളെ അറിയില്ലായിരുന്നു. രവിക്ക് കൂടുതലും കണക്ഷൻ ജോർജുമായിട്ടായിരുന്നു. ജോർജ് സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാമെന്നാണ് ഇവര് പറയുന്നത്. എവിടെ നിന്നും ആൾക്കാരെയൊക്കെ കേരളത്തിലെ എസ്റ്റേറ്റിലേക്ക് അയാൾ ജോലി കയക്കാറുണ്ട്. ആ കൂട്ടത്തിലെങ്ങാണ് നിങ്ങൾ പറഞ്ഞ റാം പോയിട്ടുണ്ടാകും. രവിയുടെ മരണശേഷം രവിയുടെ കുടുംബത്തെ സംരക്ഷിച്ചതെല്ലാം തന്നെ ജോർജ് ആണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ ആ ജോർജിനെ കാണാൻ തീരുമാനിക്കുന്നു. തൽക്കാലം ഇന്നത്തെ അന്വേഷണം അവസാനിപ്പിച്ചിട്ട് മിത്ര റൂമിലേക്ക് പോകുന്നുണ്ട്. നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം മെയിൽ ചെക്ക് ചെയ്യാനും മറ്റുമായിട്ട് വിശ്വയും ശാലിനിയും പുറത്തേക്കും പോയി. അവൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ ജോർജിനെ പറ്റിയാകട്ടെ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആ സ്റ്റാഫ് പറയുന്നുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന ജോർജ് അവിടെ റെസ്റ്റോറന്റിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെന്ന്. അവള് പെട്ടെന്ന് ഈ ജോർജിനെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലുന്നുണ്ട്. പക്ഷെ അയാൾ അതിനു മുമ്പ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ഒരു വണ്ടിയിൽ അവൾ ജോർജിനെ ഫോളോ ചെയ്ത് പോകുന്നു. അങ്ങനെ അയാളുടെ വീട്ടിലെത്തി അയാളോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ റാം എന്ന് പറഞ്ഞ ആളെ പറ്റി അന്വേഷിക്കുന്നു. അതേസമയം ഇവിടെ ശാലിനിയുടെയും വിശ്വയുടെ അടുത്തേക്ക് റിയാസ് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. റിയാസ് പറയുന്നത് മിത്ര പോയ വഴികളിലെല്ലാം തന്നെ ആൾക്കാർ മരിക്കുകയാണെന്നാണ്. മിക്കവാറും ഈ മരണത്തിന്റെ എല്ലാം പിന്നിലും മിത്ര തന്നെയായിരിക്കും. ആൾക്കാരെ കൊല്ലുന്നത് അവളായിരിക്കുമെന്ന്. എന്നാൽ ഇത് കേട്ട് വിശ്വ പറയുന്നുണ്ട് ഒരിക്കലും അവളല്ല ഇതെല്ലാം ചെയ്യുന്നത്, അത് ആത്മാവാണെന്ന്. കാരണം അന്ന് വീട്ടിൽ വെച്ചിട്ട് അവളുടെ കൈ പിടിച്ചപ്പോ അവളുടെ ബാക്കിലായിട്ട് ആ രൂപങ്ങളെ ഞാൻ കണ്ടതാണ്. അന്ന് നിങ്ങളെ
പേടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അതുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നത് മിത്രയല്ല, ആ മരിച്ചുപോയ സ്ത്രീയുടെയും കുട്ടിയുടെ ആത്മാവാണ്. അതോടെ ടെൻഷനായ അവരാകട്ടെ മിത്രയെ തേടി ഈ ജോർജിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ ജോർജിനോട് റാമിനെ നിങ്ങൾക്ക് അറിയാമോ എന്ന് മിത്ര ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് രവിയുടെ കൂടെ വന്നതാണ് റാം ഇവിടെയെന്ന്. റാമിനെ പറ്റിയുള്ള കഥകളൊക്കെ അവൾ കേട്ടറിഞ്ഞ കാര്യങ്ങൾ ജോർജിനോട് പറയുന്നു. എന്നാൽ നിങ്ങൾ കേട്ടതല്ല സത്യമെന്നാണ് ജോർജ് പറയുന്നത്. ആ സ്ത്രീയുമായിട്ട് റാമിന് ബന്ധമുണ്ടായത് തന്നെ അവരുടെ വീടിന്റെ അടുത്ത് ഒരു ജോലി ആവശ്യമായിട്ട് റാമ വന്ന സമയത്താണ്. ആ സ്ത്രീയുടെ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ആ ലോറി ഇടിച്ചു മരിച്ചുപോയ സഹോദരങ്ങളും അത് കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച മൂത്ത സഹോദരനും ആഗ്രഹിച്ചിരുന്നു. അവർ നിരന്തരമായിട്ട് ആ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീയെ വന്ന് കണ്ടിരുന്നു. എന്നാൽ അവരതെല്ലാം തടഞ്ഞു. കാരണം അവിടെ അമ്പലം ഉണ്ടെന്നും അത് തങ്ങളുടെ പാരമ്പര്യ സ്വത്താണെന്നും അതാർക്കും വിൽക്കില്ല എന്നും അവർ പറയുന്നു. ഇതെല്ലാം തന്നെ റാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ സ്ത്രീയോടും ആ പെൺകുട്ടിയോടും റാം പതിയെ കൂട്ടുകൂടാൻ തുടങ്ങി. ഒരിക്കൽ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ആ പെൺകുട്ടി മറിഞ്ഞു വീഴുകയും റാം അവളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് അവളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിലാകട്ടെ കുറച്ച് കാശും ഉണ്ടായിരുന്നു. റാമിന്റെ കയ്യിൽ അത് കിട്ടിയത് കാരണം ആ കാശ് കൊണ്ടുകൊടുക്കാൻ അവൻ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ ആദ്യം ആ സ്ത്രീ ആകട്ടെ റാമിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. തങ്ങളോട് അടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ മനഃപൂർവ്വം വരുന്നതാണെന്നാണ് ആ സ്ത്രീ വിചാരിക്കുന്നത്. എന്നാൽ അവരുടെ മകൾക്കാകട്ടെ റാമിനെ വലിയ ഇഷ്ടമായിരുന്നു. പതിയെ പതിയെ റാമിന്റെ സത്യസന്ധത മനസ്സിലായിട്ട് അവർ റാമുമായിട്ട് കൂടുതൽ അടുത്തു. നിരന്തരമായിട്ട് ആ സഹോദരങ്ങള് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഇവരെ ശല്യം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി റാം അതിൽ ഇടപെടുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീ റാമിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. അവരുടെ ഹസ്ബൻഡ് മരിച്ച ശേഷം ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ് റിലേറ്റീവ്സ് എല്ലാം തന്നെ ഇവരുടെ കൂടെ കൂടിയത്. ചതി മനസ്സിലാക്കി ഇവരാകട്ടെ എല്ലാവരിൽ നിന്നും അകന്നു താമസിക്കുകയായിരുന്നു. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ആ റാം അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ആ അമ്പലത്തെ പറ്റി ആ സ്ത്രീ പറയുന്നത് എങ്ങനെയായിരുന്നു? അതീവ ശക്തിയുള്ള ദേവിയാണ് അവിടുത്തേത്. ഒരു ദുഷ്ടശക്തിക്കും ആ ദൈവത്തിന്റെ ശക്തി കാരണം ഒരു ദുഷ്ടശക്തിക്കും ഈ ഒരു കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പോകാൻ സാധിക്കില്ല. അത്രയ്ക്ക് ശക്തിയുള്ള ദൈവമാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ റാമാകട്ടെ ഈ സ്ത്രീയോട് പറയുന്നുണ്ട് നമുക്ക് വിവാഹം കഴിക്കാമെന്ന്. ഒരു ആൺതുണയുണ്ടെങ്കിൽ ഈ ആൾക്കാര് നിന്റെ അടുത്ത് ഇങ്ങനെ ദിവസവും പ്രശ്നത്തിന് വരില്ല. ഇനി മുതൽ നിന്റെ മകളെന്ന് പറയണ്ട, അവൾ നമ്മളുടെ മകളാണ്. നമ്മൾ ഒരുമിക്കുന്നതിൽ അവൾക്ക് ഒരു എതിർപ്പും ഉണ്ടാകില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാവുന്നതാണല്ലോ. അതും പറഞ്ഞിട്ട് റാമാകട്ടെ അവളെ കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ ആ പ്രോപ്പർട്ടി വാങ്ങാൻ വന്ന ആൾക്കാരില്ലേ അവര് കയറി വരുന്നുണ്ട്. ഇവിടെ ഇതാണല്ലേ നടക്കുന്നത്, നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടാൻ അവർ പറയുന്നു. എന്നാൽ പെട്ടെന്ന് റാമാകട്ടെ ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് മാറി ആ ആൾക്കാരുടെ കൂടെ കൂടി. യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ആ സഹോദരങ്ങളും റാമും ചേർന്നിട്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു. ഈ സ്ത്രീയുമായിട്ട് അടുത്തൊരു ബന്ധം സ്ഥാപിച്ച് ആ ബന്ധത്തിന്റെ പേരിൽ ഇവരെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ട് അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കാനായിരുന്നു അവരുടെ പ്ലാനിങ്. നീ ആ പ്രോപ്പർട്ടി ഞങ്ങളുടെ പേരിൽ എഴുതി തന്നില്ലെങ്കിൽ നിന്റെ മകളും റാമും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ഞങ്ങൾ നാട്ടിൽ പറയുമെന്ന് ആ ആൾക്കാർ അവളെ ഭീഷണിപ്പെടുത്തുന്നു. മാത്രമല്ല പെൺകുട്ടിയെ ഉപദ്രവിക്കുമെന്നും പറയുന്നുണ്ട്. ആ പെൺകുട്ടിയാകട്ടെ അവിടേക്ക് കയറി വന്നതും അവളുടെ വാ പൊത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു, ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ മകളെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് അവരാകട്ടെ ആ പ്രോപ്പർട്ടി എല്ലാം തന്നെ ഇവരുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നു. എന്നാൽ സൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ മകളാകട്ടെ മരിച്ചു വീഴുകയാണ്. ബഹളമുണ്ടാക്കാതിരിക്കാൻ വാ പൊത്തിപ്പിടിച്ചപ്പോൾ അറിയാതെ മൂക്കുകൂടി പൊത്തിപ്പിടിച്ചിട്ട് അവൾ ശ്വാസം മുട്ടി മരിച്ചതാണ്. തന്റെ മകളെ കൊന്നുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് കരയാൻ തുടങ്ങി. ദേഷ്യം വന്ന റാമാകട്ടെ അവിടെ ഇരുന്ന എന്തോ എടുത്തിട്ട് ആ സ്ത്രീയുടെ തലക്കടിച്ചു. ഇത് കണ്ട ആ സഹോദരങ്ങൾക്ക് ദേഷ്യം വരുന്നു. സൈൻ ചെയ്യുന്നതിന് മുമ്പ് നീ എന്തിനാ ഈ സ്ത്രീയെ കൊന്നതെന്ന് ചോദിച്ചിട്ട് ഇനിയിപ്പോ തൽക്കാലം അവരുടെ തമ്പം ബ്രഷ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ആ പ്രോപ്പർട്ടിയിൽ ആ സ്ത്രീയുടെ തമ്പം ബ്രഷം വെക്കുന്നു. ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ മിത്ര പോയി കണ്ട ആ പോലീസുകാരനില്ലേ അയാളെയായിരുന്നു ഇവർ സഹായത്തിന് വിളിച്ചിരുന്നത്. ആ പോലീസുകാരന്റെ പരിചയത്തിലുള്ള ഡോക്ടറുമായിട്ട് ചേർന്നിട്ട് ഇത് അനാഥ ശവമാണെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിക്കാമെന്നും അനാഥ ശവങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെയും കൊണ്ടുപോയിക്കൊള്ളുമെന്നാണ് ഈ പോലീസുകാരൻ പറയുന്നത്. ആ ഡോക്ടറിനെ പരിചയമുള്ളത് കാരണം അയാൾ പോസ്റ്റ്മോർട്ടവും ചെയ്യില്ല. അങ്ങനെയാണ് അവർ ആ കേസ് ഒതുക്കി തീർക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിക്കും ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മിത്രയാകട്ടെ അയാളോട് ചോദിക്കുന്നു. അത് അവളുടെ അച്ഛന്റെ ഫോട്ടോ ആയിരുന്നു. അന്നവർ ആ സ്ത്രീയുടെ തമ്പംബ്രഷം വെച്ച ആ ഒരു ഡോക്യുമെന്റ്സ് കൊണ്ട് കാണിച്ചത് നമ്മുടെ മിത്രയുടെ അച്ഛനെയായിരുന്നു. എന്നാൽ ഇവരെല്ലാം ചേർന്നിട്ട് ആ സ്ത്രീയെ ഇവരുടെ മകളെയും കൊന്ന കാര്യമൊന്നും തന്നെ മിത്രയുടെ അച്ഛൻ അറിയില്ലായിരുന്നു. മൈനറായ പെൺകുട്ടിയുടെ സൈൻ കൂടി ഇതിനകത്ത് വേണമായിരുന്നു എന്നാണ് മിത്രയുടെ അച്ഛൻ പറയുന്നത്. എന്നാൽ അവരെല്ലാം നാടുവിട്ടു പോയി. ഇനിയിപ്പോൾ സൈനൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്തായാലും ഞാൻ തന്നെ വിറ്റ്നസ് ആയിട്ട് സൈൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ അതിൽ സൈൻ ചെയ്യുന്നതാണ്. ആ സംഭവത്തിന് ശേഷം റാമിന് കുറച്ച് കാശും ആ സഹോദരങ്ങൾ കൊടുത്തയച്ച ശേഷം അവിടെ നിന്നും പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആ വീടെല്ലാം തന്നെ പൂട്ടി അവിടെയെല്ലാം ക്ലീൻ ആക്കിയ ശേഷം അവരെല്ലാവരും അവിടെ നിന്നും ഇറങ്ങുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് സമനില തെറ്റിയ പോലെ ആ 3 സഹോദരങ്ങളിൽ ഇളയ സഹോദരനാകട്ടെ റോഡിന് നേരെ പോകുന്നു. അത് ആ സ്ത്രീയുടെ പ്രേതത്തിന്റെ ശക്തിയായിരുന്നു. അവനെ പിടിക്കാൻ വേണ്ടി പോയ രണ്ടാമത്തെ സഹോദരനും റോഡിൽ വെച്ചിട്ട് ലോറി ഇടിച്ച് മരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന ആ മൂത്ത സഹോദരനെയും ആ പ്രേതം തന്നെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. ആ പ്രേതം റാമിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. എന്നാൽ റാമാകട്ടെ ആ ഒരു പ്രോപ്പർട്ടിയുടെ പുറത്താണ് നിന്നിരുന്നത്. അവിടുത്തെ ദേവിയുടെ ശക്തി കാരണം ആ ഒരു ആത്മാവിന് ആ ഒരു പ്രോപ്പർട്ടി വിട്ട് പുറത്തേക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അത് കാരണം അന്ന് റാം മാത്രം രക്ഷപ്പെട്ടു പോയി. ശരിക്കും മിത്ര ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ വ്യക്തി തന്നെയായിരുന്നു അന്നത്തെ ആ റാം. ആ സമയത്താണ് അവൾക്ക് റിയാസിന്റെ മെസ്സേജ് വരുന്നത്, റാമിന്റെ ഫോട്ടോ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ തന്നെയല്ലേ റാം എന്ന്
ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് റാമെന്ന്. ഇത് കേട്ട് അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അന്നത്തെ ആ ഒരു കേസിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികളും നമ്മൾ രണ്ടുപേരുമായിരിക്കുമെന്ന്. കാരണം അന്നത്തെ ആ സംഭവത്തില് ആ ഒരു സ്ഥലത്തിന്റെ പേരിൽ ആദ്യത്തെ കാശ് വാങ്ങിയത് നീയാണ്. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് വീണ്ടും കാണിക്കുന്നത്. ആ ഒരു പ്രോപ്പർട്ടിയുടെ പേപ്പർ ശരിയാക്കി കൊടുത്തതിന്റെ ഭാഗമായിട്ട് ആ ഒരു സഹോദരങ്ങളാകട്ടെ മിത്രയുടെ അച്ഛന് കാശ് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മിത്രയും അച്ഛന്റെ കൂടെ വന്നിരുന്നു. അവളുടെ കയ്യിലാണ് അവർ കാശ് വെച്ചു കൊടുത്തത്. നിങ്ങൾ ചെയ്ത ഈ തെറ്റെല്ലാം തന്നെ ഞാൻ പോലീസിൽ അറിയിക്കുമെന്ന് അവള് പറയുന്നുണ്ട്. തന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ട് അയാളാകട്ടെ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ നീ എന്നെ കൊന്നാലും ആ സ്ത്രീയുടെ ആത്മാവ് നിന്നെ വെറുതെ വിടില്ല എന്നാണ് അവള് പറയുന്നത്. എന്നാൽ ആ അമ്പലം അവിടെ ഉള്ളിടത്തോളം കാലം ആ സ്ത്രീയുടെ ആത്മാവിന് അവിടെ നിന്നും പുറത്തു വരാൻ പറ്റില്ല എന്ന് ഇയാൾ പറയുന്നു. എന്നാൽ ആ അമ്പലമൊക്കെ ഓൾറെഡി പൊളിച്ചു എന്നാണ് അവള് പറയുന്നത്. അതുകൊണ്ട് ആ ആത്മാവിന് ഇപ്പോൾ പുറത്തേക്ക് വരാൻ പറ്റും. അത് കേട്ടതും അയാൾ പേടിച്ചു പോയി. അപ്പോഴേക്ക് റിയാസും കൂട്ടരും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ അവിടെ നിന്നും കാടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നു. ആ പ്രേതം അവിടെ വെച്ച് അയാളെയും കൊല്ലുകയാണ്. പിന്നീട് മിത്രയാകട്ടെ ആ പ്രോജക്റ്റ് എല്ലാം തന്നെ പൂർത്തിയാക്കുകയും ആ അമ്പലം മറ്റൊരു സ്ഥലത്തേക്ക് പണിയുകയും അവിടുത്തെ പ്രതിഷ്ഠ അവിടേക്ക് തന്നെ മാറ്റി പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.